ഇങ്ങനെയൊക്കെ തോൽക്കാനും വേണം ഒരു യോഗം. 3 ദിവസങ്ങൾക്ക് മുമ്പ് ഡി.സിക്കെതിരെയുള്ള മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന് 12 ഡെലിവറികളിൽ നിന്ന് വിജയിക്കാൻ വേണ്ടിയിരുന്നത് 23 റൺസാണ്. 7 വിക്കറ്റ് കയ്യിലുണ്ടായിരുന്നു. അതായത് കിടിലൻ ബാറ്റർമാർ ക്രീസിലുള്ള സമയം. എന്നിട്ടോ കളി സമനിലയായി. സൂപ്പർ ഓവറിൽ തോറ്റു. ഇന്നലെയോ? ഇന്നലെയും അത് ആവർത്തിക്കുന്നു. എൽ.എസ്.ജിക്കെതിരെ അവർക്ക് 3 ഓവറുകളിൽ വേണ്ടിയിരുന്ന 25 റൺസ് മാത്രമാണ്. 8 വിക്കറ്റ് കയ്യിലുണ്ടായിരുന്നത്. എന്നിട്ടോ കളി 2 വിക്കറ്റിന് തോറ്റു. എന്താണ് രാജസ്ഥാൻ റോയൽസ് ചെയ്യുന്നത്? എന്താണ്, എവിടെയാണ് ഞങ്ങൾക്ക് പിഴച്ചതെന്ന് എനിക്കറിയില്ല എന്ന് ക്യാപ്റ്റൻ തന്നെ പറയുകയാണ്. ഐ ഡോണ്ട് നോ വാട്ട് വി ഡിഡ് റോങ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊരു ധാരണയുമില്ലാത്ത ഒരു കൂട്ടം കളിക്കാർ. അതാണ് ഇപ്പോൾ നമുക്ക് അവരെക്കുറിച്ച് പറയാൻ കഴിയുക. കളി വിജയിപ്പിക്കുന്നതിൻ്റെ തൊട്ടരികിലെത്തിയിട്ട് കലമുടക്കുക, പഠിക്കൽ കലമുടക്കുക എന്നുള്ള പ്രയോഗം ഇവിടെയാണ് ശരിയാവുന്നത്. വിജയിക്കേണ്ട 2 മത്സരങ്ങൾ 4 പോയിൻ്റാണ് നഷ്ടമാക്കിയിരിക്കുന്നത്. വിജയിക്കണമെന്നുള്ളൊരു ത്വരയില്ലാത്ത, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ളൊരു ഹങ്കറില്ലാത്ത താരങ്ങൾ കളിക്കളത്തിൽ നിൽക്കുന്നത് പോലെയാണ് പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഈ രാജസ്ഥാൻ റോയൽസിന് ഇതെന്തു പറ്റി എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ആരാധകരിലുണ്ട്. ഇന്നലത്തെ മത്സരം നോക്കുക, 180 റൺസാണ് എൽ.എസ്.ജി അടിച്ചിരുന്നത്. അതിലേക്ക് കുതിച്ചെത്തിയ ആർ.ആറാണ് 178 ഒതുങ്ങിപ്പോയത്. യശസ്വി ജയ്സ്വാളിൻ്റെ കാര്യത്തിലാണ് വലിയ സങ്കടം. 52 പന്തിൽ നിന്ന് അവൻ 74 റൺസ് അടിച്ചിരുന്നു. ആവേശ് ഖാൻ പറഞ്ഞു വിട്ടതോടുകൂടി, അവരുടെ കഷ്ടകാലവും തുടങ്ങി. വൈഭവ് സൂര്യവംശിക്കും കൈയടിക്കണം. 20 പന്തിൽ നിന്ന് 2 ഫോറും 3 സിക്സും അടക്കം 34 റൺസല്ലേ 14കാരൻ പയ്യൻ അടിച്ചു കൂട്ടിയത്. ഏതായാലും രാജസ്ഥാൻ റോയൽസിന് ഇനി തിരികെ വരിക എന്നുള്ളത് ഒട്ടും എളുപ്പമല്ല.